മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ. ഈ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് വേറെയും കുറേ പേരുകളുണ്ട്. കപ്പക്കിഴങ്ങ്, അങ്ങനെയൊക്കെ പല പേരുകളിൽ പല നാട്ടിലൊക്കെ അറിയപ്പെടും. എന്തായാലും ഒരുപാട് ഗുണങ്ങളുള്ള ആളാണ് കേട്ടോ ഇവൻ. നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പങ്ക് ഇവൻ വഹിക്കുന്നുണ്ട്. കരോട്ടിനുള്ളതുകൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രതിരോധിച്ച് നിർത്താനായിട്ട് ഇവന് സാധിക്കും. ഇവനുണ്ടല്ലോ ഫൈബർ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനായിട്ട് ഇവനെ കൊണ്ട് സാധിക്കും. ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കും. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇത് ഒരു നേരം ഒരു മീൽ, അതായത് നമ്മൾ ബോയിൽ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് ഈ ഒരു മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മളൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 കഷ്ണം അല്ലെങ്കിൽ 3 കഷ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറങ്ങ് ഫില്ലാവുകയും ചെയ്യും. ആ ഒരു ഫീലും കിട്ടും. ഇതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഇവനെ കൊണ്ട് സാധിക്കും. ദഹനം കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ട്, അതായത് ദഹന പ്രക്രിയയെ സഹായിക്കുന്നത് കൊണ്ട് ഇവന് നമ്മുടെ ആമാശയ ക്യാൻസറിൽ നിന്നൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അയൺ, വൈറ്റമിൻ B6 ഒക്കെ അടങ്ങിയ ഇവനെ ഫ്രൈ ചെയ്തോ ഓവനിൽ ബേക്ക് ചെയ്തോ കഴിക്കാതെ തന്നെ സ്റ്റീം ചെയ്ത് പുഴുങ്ങി കഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ശരീരത്തിന് കിട്ടുന്നത്. എന്നാൽ അധികമായാൽ അമൃതം വിഷമാണെന്നാണല്ലോ. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഴങ്ങാണിത്. എന്നാലും അധികമായാൽ അമൃതം വിഷം ആണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരം നമുക്കിത് ഉപയോഗിക്കേണ്ട കേട്ടോ. ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കാം. അതിപ്പോൾ ഏതൊരു ഭക്ഷണ സാധനമായാലും നമ്മൾ ഇടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ സ്ഥിരം അങ്ങോട്ട് ഉപയോഗിച്ചാലും ചീത്തയായിരിക്കും. ഞാൻ ഏതായാലും ഇതിൻ്റെ പുറത്ത് നല്ല ചെളി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അത് വെച്ച് ഉരച്ചപ്പോൾ തന്നെ ഇതേ തൊലി വരെ പോയി കിട്ടി. കാരണം നിറച്ചും ഇങ്ങനെ ചെളി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമായിരുന്നു. ഇനി നമ്മൾ സാധാരണ പുഴുങ്ങുന്ന പോലെ, അതായത് കപ്പയൊക്കെ പുഴുങ്ങത്തില്ലേ, ചെണ്ടമുറിയൻ കപ്പ, അതുപോലെയാണ് ഞാൻ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഇവനെ എല്ലാവരും കഴിക്കാറുണ്ട്. പക്ഷെ എനിക്കും ഇവിടെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെണ്ടമുറിയൻ കപ്പ പുഴുങ്ങുന്ന പോലെ ഒരല്പം ഉപ്പൊക്കെ ഇട്ടിട്ട് വെട്ടിമുറിച്ച് ഇങ്ങനെ കഷ്ണങ്ങളാക്കി പുഴുങ്ങി, അതായത് വേവിച്ചെടുക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ സ്വീറ്റായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇതേ മുറിച്ചെടുക്കാൻ പോവാണ്. ഞാനപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ചെളിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ കപ്പ മുറിക്കുന്ന പോലെ നന്നായിട്ട് മുറിച്ചു. ഇനി ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ലാസ്റ്റത്തെ കഴുകലാണ്. എന്നിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റേത് ഇതായിരുന്നു കേട്ടോ. ഈ സ്വീറ്റ് പൊട്ടറ്റോ ആയിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ തന്നെ നല്ല വെയിൽ, അടുപ്പിലോട്ട് തന്നെ വെയിൽ അടിക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാനായിട്ട് അടച്ചു വെച്ചേക്കാം. ഒരൊറ്റ സ്റ്റീമിൻ്റെ ആവശ്യമുള്ള ഒരൊറ്റ സ്റ്റീം മാത്രം വന്നാൽ മതി. നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് വെന്ത് കിട്ടും. ഒരു സ്റ്റീമിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇതിൻ്റെ സ്റ്റീം പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സ്റ്റീമിൽ ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വേവും. സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോന്നെടുത്ത് പറക്കി മാറ്റി വെക്കുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യത്തില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഒരു ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്ന് വെച്ചു. മോളാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് അവൾ കഴിച്ചത്. ഇതിൻ്റെ തൊലി ഞാനിങ്ങനെ നമ്മൾ കഴുകിയ സമയത്ത് തന്നെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വലുതായിട്ട് തൊലിയും ഒന്നും ഇല്ല. എന്നാലും ചെറിയൊരു കട്ടിയുള്ളൊരു ഭാഗമുണ്ട്. അത് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ അതോടുകൂടി അങ്ങ് കഴിക്കാം. ഞാൻ അങ്ങനെയാണ്, അതോടുകൂടി കഴിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് കഴിക്കും. അങ്ങനെയാണ്. അതൊരു ഓരോ തോന്നൽ പോലെ ഇരിക്കും. എന്തായാലും നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിനും അഭിപ്രായം പറയണം. നമുക്കിനി അടുത്ത ഒരു അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അല്ലെങ്കിൽ ഫോളോ ചെയ്തേക്കണേ.